അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ ഒന്നാമത്തെ പാഠത്തിന്റെ പാഠം വായന. അദ്ദർസുൽ അവ്വലു വല്ലദീ ഖദ്ദറ ഫഹദ. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. അനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിന്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചക്ക് വഴിതെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. അവയുടെ കൂട് മികച്ച ഒരു ഭരണകൂടമാണ്. നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുന്നു. നിങ്ങൾ തേനീച്ചയെ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ എവിടെ നിന്ന് ലഭിക്കുന്നു? തേനീച്ചയെ കണ്ടിട്ടുണ്ടോ? ഈ കൊച്ചു ജീവിക്ക് ഈ കഴിവെല്ലാം ആര് നൽകി? അല്ലാഹു തആലയാണ് അത് നൽകിയത്. അല്ലാഹു തആല പറയുന്നു, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചയ്ക്ക് സന്ദേശം നൽകി, നീ മലമുകളിൽ കൂടുണ്ടാക്കുക, മരങ്ങളിലും അവർ നിർമ്മിക്കുന്നതിലും കൂട് കെട്ടുക, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക, നിന്റെ നാഥൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്ന വഴിയിൽ നീ സഞ്ചരിക്കുക. തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുന്നു. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. തേനീച്ചയെ പോലെ ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട്. കടലിലും കരയിലും അന്തരീക്ഷത്തിലും വസിക്കുന്നവ. ഇവയെയെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം അവനാണ് പടച്ചത്. അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന് കൂട്ടുകാരനില്ല. അവനെ പോലെ മറ്റൊന്നില്ല. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. കാരണം അവനാണ് സൃഷ്ടാവ്. അവനല്ലാതെ സൃഷ്ടാവില്ല. അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാ സൃഷ്ടികളും അവന്റെ അധികാരത്തിലാണ്. അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു തആലയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. അല്ലാഹു അഹദ്. അല്ലാഹു തആല ഏകനാണ്. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നഖറഉ വ നഫം എന്നും അത് നിങ്ങൾ വായിച്ച് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ